വിഷയം സ്വകാര്യമാണ്. പക്ഷേ നമുക്കിടയിൽ സ്വകാര്യമായത് എന്നൊന്നില്ലാത്തതുകൊണ്ടും എല്ലാം പറഞ്ഞു പോകുന്നതുകൊണ്ടും സന്തോഷപൂർവ്വം അറിയിക്കാനുള്ളത്, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസ് എന്ന് പറയുന്ന ഒരു മികച്ച പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറായി എന്നെ വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി സാർ നിയോഗിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ആ സ്ഥാപനത്തിൽ ചാർജ് എടുത്തിരുന്നു. ആദ്യമായിട്ടല്ല ഞാൻ മാനേജിംഗ് ഡയറക്ടറായി ചാർജ് എടുക്കുന്നത്. 36 വയസ്സുള്ളപ്പോൾ ഞാൻ കയർഫെഡ് എന്ന് പറയുന്ന ആലപ്പുഴ കേന്ദ്രമാക്കിയുള്ള കയർ വകുപ്പിൻ്റെ കീഴിലുള്ള കയർഫെഡിൻ്റെ മാനേജിംഗ് ഡയറക്ടറായും ജോയിൻ ചെയ്തിരുന്നു. പിന്നീട് ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഡയറക്ടറായി ടൂറിസത്തിൽ പോയിരുന്നു. കയറിൻ്റെ വകുപ്പ് മന്ത്രി അന്ന് അടൂർ പ്രകാശ് സാറായിരുന്നു. ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാർ സാറായിരുന്നു. പിന്നീട് GKSF ഡയറക്ടറായിരിക്കെ ബേക്കൽ ടൂറിസത്തിൻ്റെ MDയുടെ അധിക ചുമതല കൂടി നൽകിയിരുന്നു. പിന്നീട് ഒരു 10 വർഷക്കാലം ഈ പറയുന്ന CEO പോസ്റ്റുകളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. CEO പോസ്റ്റ് എന്ന് പറയുമ്പോൾ സത്യസന്ധമായും ആത്മാർത്ഥമായും കഷ്ടപ്പെട്ട് പണിയെടുക്കേണ്ട, നല്ല റിസ്ക്കുള്ള, നല്ല അധ്വാനമുള്ള, നമ്മൾ ഈ അകലെ നിന്ന് ആളുകൾ നോക്കുമ്പോൾ കാണുന്ന ഒരു പോസ്റ്റിൻ്റെ വലിപ്പത്തിനപ്പുറത്ത് ഒരുപാട് നമ്മൾ എഫേർട്ട് ഇടേണ്ട ഒരു മേഖലയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം KMML നിന്ന് അങ്ങോട്ടുള്ള യാത്ര ഈ പറയുന്നത് പോലെ വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു സോണിൽ നിന്നും കുറച്ചുകൂടി ഇൻ്റർവീൻ ചെയ്യേണ്ട, പക്ഷേ അവിടെ നമുക്കെന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളൊരു ടീമിലെ മിഡിൽ ലെവലിലോ അല്ലെങ്കിൽ ആ ലെവലിലാണെങ്കിൽ അവിടെ നമുക്കത് ലീഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ സാധിക്കും. ഞാൻ കയർഫെഡിലിരുന്നപ്പോഴും മറ്റ് ടൂറിസം പ്രോജക്റ്റിലൊക്കെ ഇരുന്നപ്പോഴും ഈ സോഷ്യൽ എലമെൻറ്റ് അഥവാ ഈ ഫേസ്ലെസ് വോയിസ്ലെസ് പാവങ്ങളെന്ന് പറയുന്നത് എൻ്റെ മനസ്സിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പെയിൻ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പോയിൻ്റ് തന്നെയാണ്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. ഇപ്പോൾ ഏതായാലും അങ്ങനെ ചാർജ് എടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി. അത് വിഭാവനം ചെയ്തപ്പോൾ, അത് തുടങ്ങിയപ്പോൾ അതിലൊരുപാട് അഴിമതി ആരോപണങ്ങളൊക്കെ കേട്ട ഒരു മുഖ്യമന്ത്രി ഇന്ന് ജീവിച്ചിരിപ്പില്ല. അന്ന് അത് പറഞ്ഞൊരു IAS ഓഫീസറുണ്ട്, ഡോക്ടർ D ബാബു പോൾ. അദ്ദേഹവും ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം അന്ന് പറഞ്ഞ വീഡിയോ ക്ലിപ്പ് നിങ്ങളിൽ പലരും കണ്ടു കാണും. കാലം കുറേ കഴിയും, ഉമ്മൻചാണ്ടി സാറ് മരിക്കും, ഞാനും മരിക്കും. നാളെ ഉമ്മൻചാണ്ടി സാറിനെ വിലയിരുത്താൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചില പദ്ധതികളുടെ പേര് പറഞ്ഞിരുന്നു. വിഴിഞ്ഞത്തിൽ ഇപ്പോൾ അത് സത്യമാണ്. ഒരു അന്താരാഷ്ട്ര മദർ പോർട്ടായി വിഴിഞ്ഞം തുറമുഖം ഈ രാജ്യത്തിൻ്റെ തന്നെ മാറിയിട്ടുണ്ട്. അദാനി എന്ന് പറയുന്ന വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു വ്യവസായിയാണ്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പാണ് അത് റൺ ചെയ്യുന്നത്. അവിടെ ഇപ്പോൾ ഷിപ്മെൻറ്റും ഷിപ്പുകളും കണ്ടെയ്നേഴ്സും ഒക്കെ വരികയും പോവുകയും ചെയ്യുന്ന പ്രക്രിയ ഇങ്ങനെ അതിൻ്റെ ഒരു പൂർത്തീകരണത്തിൻ്റെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോഗ്രസീവ് സ്റ്റേജിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും ഉചിതം. എത്രയോ വർഷങ്ങളായി, കാരണം ഈ അടുത്ത സമയത്ത് അദ്ദേഹം സംസ്ഥാന വ്യവസായ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ റിവ്യൂ മീറ്റിങ്ങിൽ അതിൻ്റെ ചില പ്രോബ്ലംസും സ്ട്രെങ്തും അതിൻ്റെ ഇതൊക്കെ പറയുമ്പോൾ കുഞ്ഞാലിക്കുട്ടി സാർ ആ മീറ്റിങ്ങിൽ പറയുന്നുണ്ടായിരുന്നു, 94 91 മുതൽ ഇങ്ങനെ എത്രയോ വർഷങ്ങളായി ഇത് കാണുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പോകേണ്ട, ഈ ഓരോ സ്ഥാപനവും അതിൻ്റെ സ്കോപ്പും അവരെല്ലാം ഇപ്പോഴും പറയുന്നതും അതിൻ്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ അറിയാവുന്ന എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത്രയും ട്രാക്ക് റെക്കോർഡുള്ള, ഇപ്പോൾ ധനകാര്യ വകുപ്പിൽ പണ്ട് KM മാണി സാർ ഉണ്ടായിരുന്നു, അദ്ദേഹം ഇന്നില്ല. അപ്പോൾ തുടർച്ചയായി ഇത്രയും കാലം വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആളെന്നുള്ള നിലയിൽ ഇപ്പോൾ അതിനോടൊപ്പം AIയും കൂടിയുണ്ട്. അതിലൊക്കെ അദ്ദേഹം വളരെ പരിണിതപ്രജ്ഞനാണ്, പക്വമതിയാണ്, കാര്യക്ഷമതയുള്ള മന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണമാണ് 100 ഡേയ്സ് പ്രോഗ്രാമിൽ ഈ വിഴിഞ്ഞം ആ പ്രോജക്റ്റ് റീച്ച് ഏരിയയിൽ ഒരു കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ CFS എന്ന് പറയും, അത് സ്ഥാപിക്കുന്നതിനുള്ള ഒരു കാര്യം ഉൾപ്പെടുത്തിയിരുന്നത്. നിങ്ങൾക്കറിയാം, ഒരുപാട് പേർക്ക് അറിയണമെന്നില്ല, ഈ പ്രധാനമായും നമ്മുടെ എയർപോർട്ടുകളുടെ കാർഗോ ക്ലിയറൻസ്, എയർ കാർഗോ മാനേജ്മെൻറ്റ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് KSIE ചെയ്തു പോരുന്നത്. അതുകൂടാതെ കേരള സോപ്സ് എന്ന് പറഞ്ഞിട്ട്, കേരള സാൻഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് 3-4 ബ്രാൻഡുകളിലുള്ള സോപ്പിൻ്റെ ഒരു മാർക്കറ്റ് ഉണ്ട്. അതൊക്കെ പിന്നീട് വിശദമായി പറയാം ഞാൻ. അപ്പോൾ ഏതായാലും അതിൻ്റെ ഭാഗമായി ഒരു കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അത് വളരെ മഹിത പാരമ്പര്യമുള്ള ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നു. 1957 തുടങ്ങിയതാണ് ട്രിവാൻഡ്രം സ്പിന്നിങ് മിൽ. അതും പറയേണ്ട ഒരു സ്റ്റോറിയാണ്. ഞാനതിൻ്റെ കെട്ടിടങ്ങളും അതിൻ്റെ തറക്കല്ലുകളും അതിൻ്റെ ലാൻഡ്മാർക്ക് സ്റ്റോൺസും ഒക്കെ കണ്ടപ്പം അത് പറയണമെന്ന് വിചാരിച്ചു. അവിടെയാണ് അതിൻ്റെ കുറച്ച് സ്ഥലവും ഗോഡൗണും ഒക്കെ ഉപയോഗിച്ചാണ് ഈ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ ആരംഭിക്കുന്നത്. വ്യവസായ വകുപ്പ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് സാർ വളരെ സജീവമായി ഇതിൻ്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട്, അതുപോലെ BPT ചെയർമാൻ അജിത് സാർ, ഈ ട്രിവാൻഡ്രം സ്പിന്നിങ് മില്ലിൻ്റെ MD കൃപകുമാർ സാറ്, പിന്നെ KALൻ്റെ MD
രാജീവ് സാറ്, പിന്നെ എൻ്റെ KSIയിലെ സഹപ്രവർത്തകരായ ജോസ്മോൻ, ബാബു ഒക്കെ ഉണ്ടായിരുന്നു. ആ സ്ഥലം സന്ദർശിച്ചൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ കെട്ടിടങ്ങളും അതിൻ്റെ സ്ട്രാറ്റജിക് ലൊക്കേഷനും അടഞ്ഞു കിടക്കുന്ന ആ ട്രിവാൻഡ്രം സ്പിന്നിങ് മില്ലിൻ്റെ അടയാളങ്ങളുമൊക്കെ അതിലൊക്കെ ഒരുപാട് ചരിത്രസ്മൃതികളുണ്ട്, കഥകളുണ്ട്, ഗുണപാഠങ്ങളുണ്ട്. അപ്പോൾ അതവിടെ സ്ഥാപിക്കേണ്ടതുണ്ട്. അതൊരു പക്ഷേ ഈ അന്താരാഷ്ട്ര മദർ പോർട്ടിൻ്റെ ഒരു സംവിധാനങ്ങളുടെ സാധ്യത ഒരു സംസ്ഥാനം ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ഏറ്റവും നിർണായകമായൊരു ചുവടുവെപ്പാണ് ഈ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ സ്ഥലമൊക്കെ കഴിഞ്ഞ ദിവസം പോയി കണ്ടിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൂടെ നേരത്തെ വർക്ക് ചെയ്ത സ്ഥാപനങ്ങളിലെ കൊളീഗ്സിനൊക്കെ അറിയാം. ഈ പറയുന്ന എത്ര നാൾ എന്നുള്ളതല്ല, എത്ര നാൾ ഉണ്ടായാലും അത്രയും നാൾ സത്യസന്ധമായി ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ബേസിക്കലി ഒരു വർക്ക് ഹോളിക് നേച്ചർ എനിക്കുണ്ട്. അപ്പോൾ ഏതായാലും അങ്ങനെ അതിൻ്റെ സ്ഥലമൊക്കെ പോയി സന്ദർശിച്ചു. വളരെ വേഗത്തിൽ അതിൻ്റെ തറക്കല്ലിടൽ നടത്തി വളരെ വേഗത്തിൽ പൂർത്തിയാക്കണം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനിയും ഒരുപാട് ആശയങ്ങൾ, ചിന്തകൾ, സ്വപ്നങ്ങളൊക്കെ മനസ്സിലുണ്ട്. അതൊക്കെ പൂർത്തിയാക്കുന്നതിന് വേണ്ടി, തടസ്സങ്ങൾ നീങ്ങി എല്ലാം ഭംഗിയാകുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ കവചം. കാരണം അദൃശ്യമായും എവിടെയെങ്കിലും ഒക്കെ അല്ലെ ദൃശ്യമായും ഒക്കെയുള്ള ഒരു പ്രതിരോധങ്ങളെയും ഒരു മനുഷ്യർക്കും തകർക്കുക എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യത്തിൻ്റെ നിസ്സഹായതയുണ്ട് എല്ലാ മനുഷ്യർക്കും. അത് ഉടയതമ്പുരാൻ്റെ സഹായം കൊണ്ടേ സാധ്യമാവുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ കഥ. അത് നിങ്ങളോടൊന്ന് പറയണമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ആകെ അന്ന് ഉണ്ടായിരുന്ന സന്തോഷവും ഇന്നില്ലാത്ത സന്തോഷവും. അന്ന് 36-ാം വയസ്സിൽ ഞാൻ MD ആവുമ്പോൾ എൻ്റെ ഉപ്പയും ഉമ്മയും ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ രണ്ടുപേരും ഇല്ല എന്നൊരു ദുഃഖം. അതാണ്, അതേ ഉള്ളൂ അതിനകത്തുള്ള ദുഃഖവും സന്തോഷവും. അമിതമായ സന്തോഷങ്ങളില്ല, അമിതമായ സംഗതികളൊന്നുമില്ല. ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണുള്ളത്. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം, പിന്തുണയും.